മഹാഗുരുശരണം. ഇന്ന് മെയ് 2 വെള്ളിയാഴ്ച. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഇന്നലെ അബാക് മീഡിയയിലെ ഇൻ്റർവ്യൂവിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇൻ്റർവ്യൂ എടുത്ത ജിജിൻ സാർ, അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന ഒരു സൈക്കോളജി സംബന്ധമായ ക്ലാസ്സിന് ഞാൻ പങ്കെടുത്തതാണ്. വാഗമണ്ണിലായിരുന്നു ക്ലാസ്. അപ്പോൾ അദ്ദേഹമാണ് ഇന്നലെ ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. കുറേ കാര്യങ്ങളുണ്ട്, കുറേ രസകരമായ എപ്പിസോഡ് വരാറുണ്ട്. കാര്യം കുറേയൊക്കെ അനുഭവങ്ങളിലൂടെ പോയിട്ടുണ്ട്. അപ്പോൾ അനുഭവങ്ങളാണ് ഞാൻ ഈ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ട, ഞാൻ പ്രൊഫഷണലി ഇതൊന്നും കൈകാര്യം ചെയ്യുന്ന ആളല്ല. ജാതകമോ മറ്റു കാര്യങ്ങളോ പ്രൊഫഷണലി കൈകാര്യം ചെയ്യുന്ന ആളല്ല. എനിക്ക് വെറുതെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യലാണ് എൻ്റെ ഏറ്റവും ഇഷ്ടം. വെറുതെ ഇങ്ങനെ ഇരിക്കുക, അതാണ് ഇഷ്ടം. റിട്ടയർ കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് വായന, പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ സ്പിരിച്വലി വീഡിയോസൊക്കെ കാണും. ഇപ്പോൾ അത് വളരെ സമയം കുറവാണ് കാണാനായിട്ട്. കാര്യം ഇങ്ങനെ ഓരോരുത്തരുടെ ഫോണുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പലരും എന്താ പറ്റണമെന്ന് വെച്ചാൽ, 1-2 വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഉടനെ കോണ്ടാക്ട് ചെയ്യുകയാണ്. ഒന്നുകിൽ ഒരു ജാതകം അയക്കും, അല്ലെങ്കിൽ എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും ഇത് അയക്കും. ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പറയാൻ പറയും. ദയവ് ചെയ്ത് അതിലൊന്നും അത്രയ്ക്കൊന്നും അറിവുള്ള മനുഷ്യരല്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. പിന്നത്തെ കാര്യങ്ങൾ ഇപ്പോൾ അബാക്കിലാകട്ടെ, ESP പാരാനോർമലിലാകട്ടെ, പിന്നെ ബാക്ക് വിത്ത് രേവതി ചന്ദ്രൻ, ആ 3 പേരുടെയാണ് ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. അതുകൂടാണ്ട് ഞാനും യൂട്യൂബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിയാവുന്നത് നിങ്ങൾ ഈ വീഡിയോസ് നോക്കുക. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രതിവിധികളെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വിളക്ക് കൊളുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്ത് പ്രതിവിധികൾ വേണമെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് മാറാൻ തയ്യാറായാൽ മാത്രമേ ഈശ്വരൻ എന്ന് പറയുന്ന ശക്തിക്ക് നമ്മളിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഇത് പറയാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, വിദേശത്തുള്ളൊരു വ്യക്തി എന്നെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ കോണ്ടാക്ട് ചെയ്ത് പ്രോബ്ലമാണ്, ഫാമിലി പ്രോബ്ലം ഉള്ളവരല്ലേ കോണ്ടാക്ട് ചെയ്യണം. എല്ലാം ഇതുള്ളവരാരും കോണ്ടാക്ട് ചെയ്യില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം ഒരു ദിവസം അവർ വേറൊരിടത്ത് പോയി വരുമ്പോൾ വിത്ത് ഫാമിലി ഞാനുള്ളിടത്ത് കാണാൻ വന്നു. കൊച്ചിയിലായിരുന്നു. അപ്പോൾ വന്ന് സംസാരിച്ചു. അന്ന് അവരെ ബ്ലസ് ചെയ്യണ്ടെന്ന് കണ്ടു. പക്ഷേ അതിൽ ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളുള്ള 2 പേരെ മാത്രം ഞാൻ ബ്ലസ് ചെയ്തു. ഇവർ വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അത് അറിഞ്ഞ് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കറണ്ട് പോയി ആ സ്ഥലത്ത്. പിന്നെ ഇവർ പോയി കഴിഞ്ഞിട്ടാണ് കറണ്ട് വരുന്നത്. ഇത് വേറൊരു കാര്യം, ജസ്റ്റ് ഞാൻ പറയുകയാണ്. ഉദ്ദേശം എന്തുവാകട്ടെ, വൈകിട്ടത്തെ സമയത്താണ് ഇദ്ദേഹം വന്നത്. അപ്പോൾ ഇവരോട് ഞാൻ തൽക്കാലത്തേക്ക് 5 ദിവസത്തേക്ക് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇടയ്ക്ക് ഞാൻ അവരോട് പറഞ്ഞു, അവിടെ വെച്ച് കണ്ടപ്പോൾ അവരുടെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇവിടെ നിന്ന് അടുത്ത വേറൊരു ജില്ലയിലാണ്, ഞാൻ നിങ്ങളുടെ അവിടെ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആത്മാർത്ഥമായിട്ട് അവിടെ പോകണമെന്നുണ്ട്. പക്ഷെ പോകണമെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് പോണതെങ്കിൽ എനിക്ക് എൻ്റെ ഉപാസനകളിലൂടെ അതിന് അനുകൂലമായ ഒരു ഇൻഡ്യൂഷൻ കിട്ടിയാലേ, ഒരു നിമിത്തം കണ്ടാലേ ഞാൻ പോകുള്ളൂ. അത് പോകാൻ തീരുമാനിച്ച് മുമ്പത്തെ ദിവസം പോകണ്ട എന്ന് കണ്ടു. കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ പോണത് വെറുതെ അവിടെ പോയി സംസാരിച്ച് ചായ കുടിച്ച് തിരിച്ചു വരാനല്ല. അവരുടെ കാര്യങ്ങൾ മാറണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയാണോ കാര്യങ്ങളുള്ളത് അതിൻ്റെ കാര്യങ്ങളിൽ പ്രതിവിധി ചെയ്യണം. അപ്പോൾ അതെന്താണോ ഉള്ളത് അതിൻ്റെ കുറച്ച് നമ്മളിലേക്ക് അത് വരും. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് പറ്റുന്ന, നമ്മുടെ കൊക്കിലൊതുക്കുന്ന മാത്രമേ ഇത് കിട്ടാറുള്ളൂ. ഈ പണത്തിന് വേണ്ടി എന്തും ചെയ്യണം എന്നുള്ള ഇതില്ല. അതാണ് ഞാൻ പറയുന്നത്. ഈ പണം എന്ന് പറഞ്ഞാൽ കാർമിക. ചിലർ ഇത്രയും പണം എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഇവരെയൊക്കെ സംബന്ധിച്ച് ഇവർ 10,000 ചിലവാക്കി. 10,000 ചിലവാക്കിയിട്ട് പോലും ഇവരുടെ പ്രശ്നങ്ങൾ അതുപോലെ നിൽക്കുകയാണ്. ആദ്യത്തെ 1 മാസം തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 5 ദിവസത്തേക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എങ്ങാണ്ട് പോയിട്ട് വന്ന ഉടനെ തന്നെ ഞങ്ങൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ 5 ദിവസം ചെയ്ത് കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറുമോ, അല്ലെങ്കിൽ വരുമോ, നാളെ വരുമോ, കാണുമോ എന്താണെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ് നോക്കട്ടെ, ഇത് ചെയ്യാനേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ അവരുടേതായ ആവശ്യങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾ. ഞാൻ പറഞ്ഞു, ഇതിനൊന്നും എനിക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. കാര്യം എന്താ വെച്ചാൽ എനിക്ക് എൻ്റെതായ രീതികളുണ്ട്. അപ്പോൾ
അവരോട് ഞാൻ ചോദിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നേരത്തെ 10,000 കാശ് കൊടുത്ത് അവരോട് നിങ്ങൾ ഇതുപോലെ ചോദിച്ചിരുന്നു? ഇത്രയും കാശ് കൊടുത്ത് ഞാൻ അവരോട് പറഞ്ഞ ചിലവ് ചെയ്യാനായിട്ട് അവർക്ക് മാക്സിമം 200-250 രൂപയെ ചിലവ് വന്നിട്ടുള്ളൂ 5 ദിവസത്തേക്ക്. അപ്പോൾ നിങ്ങൾ ചെയ്തിരുന്നോ, നിങ്ങൾ ചോദിച്ചിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് മറുപടിയില്ല. പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പോകണ്ടെന്ന് കണ്ടു. ഞാൻ പറഞ്ഞ് നാളെ ആ ദിവസം ഏതായാലും ഞാൻ വരികയില്ല, വരണ്ടെന്നാണ് കാണുന്നതെന്ന് പറഞ്ഞു. പിന്നത്തെ എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. കാര്യം അത്രയ്ക്ക് പ്രോബ്ലംസാണ്. രസകരമായ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അവരുടെ അവിടെ പോകാനായിട്ട് ഞാൻ നേരത്തെ വണ്ടി പറഞ്ഞിരുന്നു. അവിടെ ഒരു ദിവസം നമുക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നു. അത് ആദ്യത്തെ ദിവസം അവിടെ പോകേണ്ട ദിവസമാണ്. അത് ഇത് ചെയ്തുകൊണ്ട് ആ വണ്ടി പറഞ്ഞുകൊണ്ട് പാലക്കാട് പോകാൻ തീരുമാനിച്ചത്. പിന്നെ ഇത് പറഞ്ഞപ്പോഴത്തേക്കും വണ്ടി ഏതായാലും ഓൾറെഡി പറഞ്ഞതാണ് ഒരു ദിവസം ഇന്ന സ്ഥലത്ത് പോകേണ്ടി വരുന്നു. അപ്പോൾ ഞാൻ ആ സ്ഥലത്ത് പോകേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഞാൻ ആ ടാക്സി ഡ്രൈവർക്കൊരു പ്രതീക്ഷ കൊടുത്തതാണ്. ഞാൻ പറഞ്ഞ ഏതായാലും ഇത് ചെയ്തിട്ട് നമുക്കൊരു ക്ഷേത്രത്തിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ ക്ഷേത്രത്തിലേക്ക് പോയി. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞ കിഴക്കേ നടയിൽ വണ്ടി ഇടാമെന്നാണ്. പക്ഷേ കിഴക്കേ നടയിൽ പോയില്ല, പടിഞ്ഞാറേ നടയിൽ പോയി. പക്ഷെ പടിഞ്ഞാറേ നടയിൽ കൂടി പോകാമെന്ന് വിചാരിച്ചത് ഇദ്ദേഹം വണ്ടി പാർക്ക് ചെയ്ത് അല്പം തണലുള്ള സ്ഥലത്ത് വടക്കേ നടയുടെ അടുത്ത് പാർക്ക് ചെയ്തു. വടക്കേ നടയിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഈ വ്യക്തികളെ അവിടെ കണ്ടു. അവിടെ ഒരു പരിഹാരം ചെയ്യുന്ന ഇത് ഇങ്ങനെ യൂട്യൂബിലൊക്കെ വരുന്നതാണ്. അവിടെ ഇവരെ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി, അവിടെ ചെന്നപ്പോൾ അവരതിൻ്റെ കാര്യമാണ് ഇതാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞ ഓക്കെ, ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നതാണെന്ന് പറഞ്ഞ് കൈ കൊടുത്തിട്ട് ഞാൻ പിരിഞ്ഞു. കാര്യം നമുക്ക് ചെയ്യാനായിട്ട് പെർമിഷൻ കിട്ടാത്തൊരു കാര്യമാണ്. അപ്പോൾ ചില പ്രശ്നങ്ങളിൽ ഇപ്പോൾ ആദ്യം അവർ ചെയ്തു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ചോദിച്ചു, വീട്ടിൽ വന്നാണോ ചെയ്തത് അവിടെ ചെന്നാണോ ചെയ്തത്? അപ്പോൾ ആ പറഞ്ഞ സ്ഥലത്താണ് പോയി ചെയ്തത്. അപ്പോൾ മണ്ണ് കൊണ്ടുപോയിരുന്നോ എന്ന് ചോദിച്ചു വീട്ടിൽ. അത് കൊണ്ടുപോയിരുന്നു എന്ന് പറഞ്ഞു. ചില കാര്യങ്ങൾ ആ വീടുകളിൽ ചെന്ന് ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ വരുന്നുണ്ട് ബ്ലാക്ക് മാജിക് എന്നുള്ളതിൻ്റെ അത് എപ്പിസോഡൊക്കെ വരുന്നുണ്ട്. ചില കാര്യം ഇവർ താമസിക്കുന്നിടത്ത് പ്രശ്നങ്ങളാക്കാനായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ പോയിട്ട് ചെയ്യുന്ന പരിഹാരങ്ങൾ കംപ്ലീറ്റ് ആകുമെന്ന് പറയാൻ പറ്റുകയില്ല. ചില കർമ്മികൾക്ക് അത് പരിഹാരം ചെയ്യാനുള്ള കഴിവ് കാണും, നമുക്കറിയില്ല. സാധാരണഗതിയിലുള്ള ഞാൻ കാര്യങ്ങൾ പറയാം. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ആൾക്കാരുടെ ധാരണ എന്ന് പറഞ്ഞാൽ കുറേ കാശ് ചിലവാക്കി ചെയ്തു കഴിഞ്ഞാൽ എല്ലാം മാറുന്ന ഇല്ല. കുറേ കാർമിക് എഫക്റ്റ് എന്ന് പറയുന്നത് ആ രീതിയിലാണ്. ഇത് ആദ്യം നമ്മുടെ മനസ്സിൽ നമ്മൾ മാറാൻ തയ്യാറാകണം. നമ്മൾ പോസിറ്റീവ് എന്നുള്ള ചിന്തയിലേക്ക് വരണം. ദൈവം എന്ന് പറയുന്ന ശക്തി നമ്മളെ രക്ഷിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ പതുക്കെ നമ്മളിൽ മാറ്റങ്ങൾ തുടങ്ങും. പക്ഷേ നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. ഞാൻ ഉൾപ്പെടെ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. അപ്പോൾ എന്നോട് ചിലർ വിളിക്കുമ്പോൾ സാറേ ആകപ്പാടെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞാൽ അതെ, പ്രശ്നമില്ലാത്ത ഒരാളെ കാണിച്ചു തരാമോ? കാണിക്കാൻ പറ്റുകയില്ല. എല്ലാവർക്കും പ്രശ്നങ്ങളാണ്, ഈശ്വരന്മാർക്കും പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങൾ രീതികൾ വ്യത്യാസം ഉണ്ടെന്നുള്ളത്. എന്ത് കാര്യം, ഇപ്പോൾ കുടുംബത്തിലെ പ്രശ്നങ്ങളാണ്, ഭാര്യ ഭർത്താവായിട്ടുള്ള പ്രശ്നം, കുട്ടികളുടെ ഇതിൻ്റെ പ്രശ്നം, അങ്ങനത്തെ ഇതിന് ആദ്യം നമ്മൾ മാനസികമായിട്ട് നമ്മൾ മാറാൻ തയ്യാറാണോ? നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ മാറാൻ തയ്യാറാണോ? അവർ ചെയ്യുന്നത് അതെന്തോ കാർമിക്കാണ്, പക്ഷേ എനിക്ക് അവരോട് സ്നേഹമുണ്ട്, അവരെൻ്റെ ജീവിത പങ്കാളിയാണെന്ന് നമ്മൾ മാറാൻ തയ്യാറാണ്, ഈശ്വരനോട് പറയാൻ തയ്യാറാണ്. ഞാൻ ഇതിനു മുമ്പ് വീഡിയോസ് എല്ലാം ചെയ്തു. അപ്പോൾ ഇതൊന്നും നോക്കാണ്ട് ജസ്റ്റ് ഒരു വീഡിയോ കണ്ട ഉടനെ തന്നെ ആൾക്കാർ കോണ്ടാക്ട് ചെയ്തിട്ട് ഇത് മറുപടി പറഞ്ഞില്ല, വെയിറ്റിംഗ് ഫോർ യുവർ ഗൈഡൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഗൈഡൻസ് കൊടുക്കാൻ പ്രാപ്തിയുള്ള മനുഷ്യനല്ല ഞാൻ. പിന്നെ ചിലർ പറയുന്നുണ്ട് അതവരുടെ തോന്നലാണെന്നറിയില്ല, ഞാൻ തലയിൽ കൈ വെച്ച് കഴിഞ്ഞ് ഇത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അതും ഞാൻ കൈവച്ചാൽ എൻ്റെ ഉപാസനാമൂർത്തികളുടെ ഇത് വെച്ച് ഞാൻ അവർക്ക് ബ്ലെസ്സിങ് എന്ന് ആ തേടയിൽ കിട്ടിയൊരു വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എന്താണ്, അവർക്ക് എന്താണോ കിട്ടേണ്ടത് അത് എന്നിലൂടെ ചാനലൈസ് ആകുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിൽ ഞാനൊരു അവിഭാജ്യ ഘടകമൊന്നുമല്ല, മനസ്സിലായോ? അപ്പോൾ സ്വയം ഉപാസനകൾ ചെയ്തും ഇത് ആർജിക്കാൻ പറ്റും ആൾക്കാർക്ക്, മനസ്സിലായി? ഇതൊക്കെ ഇപ്പോൾ ആ സാറുമായിട്ടുള്ള ഇൻ്റർവ്യൂകൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും എന്ത് ഇതാണെങ്കിലും, ഇപ്പോൾ ബ്ലാക്ക് മാജിക് ആണെങ്കിലും എന്താണെങ്കിലും ആദ്യം മനസ്സിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ മനസ്സിനെ ബാധിക്കുന്നത്
നമ്മൾ മനസ്സിനെ പതുക്കെ നമ്മൾ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുക. ഇതില്ലാണ്ട് നമ്മൾ കുറേ ആയിരങ്ങൾ പതിനായിരങ്ങൾ മുടക്കിക്കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലെ മാറ്റങ്ങൾ വരാണ്ട് ഇതിൻ്റെ ഫലം കിട്ടുകയില്ല. ഈശ്വരൻ എന്ന് പറയുന്ന ശക്തി ഇപ്പോൾ എവിടെ പോയി അവർ പരിഹാരം ചെയ്താലും അവരൊരു ഈശ്വരനെ സാക്ഷി നിർത്തിയായിരിക്കും ചെയ്യണത്. ഭദ്രകാളി ആകട്ടെ, ത്രിപുര സുന്ദരി ആകട്ടെ, പരാശക്തി ആകട്ടെ, അല്ലെങ്കിൽ ദുർഗാദേവി ആകട്ടെ, അങ്ങനെ പല ഇതുണ്ട്. അപ്പോൾ ആ ഈശ്വരനെ സാക്ഷി നിർത്തിയാണ് അവർ പരിഹാരങ്ങൾ ചെയ്യണം. അപ്പോൾ ആ ഈശ്വരൻ നമ്മളിലേക്ക് നല്ലത് ചെയ്യുന്നുള്ള പൂർണ്ണ വിശ്വാസം വരണം. പലർക്കും ഒരു ഇതെന്താണെന്ന് കഴിഞ്ഞാൽ ഇപ്പം പപ്പടം എണ്ണയ്ക്കകത്തിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കൊമിളിച്ച് വരുന്ന പോലെ അത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ തീരണം എന്നുള്ള ആഗ്രഹത്തോടെ ആൾക്കാർ പോകും. കാശ് കൊടുക്കുമ്പോൾ അവരൊക്കെ ശരിയാവും എന്നൊക്കെ പറയും. കുറച്ച് നാളത്തേക്ക് ഇത് വരും. അത് കഴിഞ്ഞ് ഇത് ചെയ്യുന്നവരാരും തലയെ തൊട്ട് പൂർണ്ണമായിട്ട് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരാളുടെ തലയെ തൊട്ട് ഇത് ചെയ്യുമ്പോൾ ആ ആളുടെ കംപ്ലീറ്റ് ആയിട്ട് മാറണം എന്നുള്ളതാണ് കാര്യം. ഞാൻ കള്ളത്തരം കാണിച്ച അതിൻ്റെ കാർമ്മിക് എനിക്കുണ്ട്. ഇപ്പം ഞാൻ വിളിക്കുന്ന ശ്രീ രാജേഷ് എന്ന് പറഞ്ഞ ഡ്രൈവർ, അദ്ദേഹത്തെയും ബ്ലസ് ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചു ചേട്ടാ, ദേഷ്യം വരരുത്. ഞാൻ പറഞ്ഞില്ല ദേഷ്യം വരികയില്ല, ചിലപ്പോൾ ചോദിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ മറുപടി പറയുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു കാര്യമാണ്, ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ കാർമ്മിക് അത് അവർക്കുള്ള കാർമ്മിക്കാണല്ലോ, അത് ചേട്ടനിലേക്ക് വരികില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരും. അപ്പോൾ അറിഞ്ഞിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഇത് ചെയ്യണ്ടേ. നമ്മളിപ്പോൾ ഒരാൾക്ക് ബ്ലഡ് കൊടുക്കുന്നു അല്ലെ, 500 മില്ലി ബ്ലഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ ബ്ലഡ് കുറയുന്നു കണ്ടല്ലേ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിന് എനിക്കൊരു കാര്യമുണ്ട്. പക്ഷെ അതിന് സാമ്പത്തികം ഒരു മാനദണ്ഡമാകരുത്. അതിന് ഞാനൊന്ന് ബ്ലസ് ചെയ്യണമെങ്കിൽ ഇത്രയും 10,000 വേണം, അത് വേണമെന്ന് പറയരുതെന്ന് എനിക്കൊരു മാനദണ്ഡമുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഷൊർണൂർ പോയെന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം ഷൊർണൂർ പോയിട്ട് അവരെയൊക്കെ ബ്ലസ് ചെയ്ത്. അപ്പോൾ ആദ്യം ചെന്ന് അവിടുത്തെ ഒരു കുട്ടിയുടെ തല കൈവച്ചപ്പോൾ തന്നെ അവിടുത്തെ അച്ഛൻ കാശും കൊണ്ടുവന്ന് ദക്ഷിണ കൊടുക്കാൻ. ഞാൻ ചോദിച്ചെന്നെ ദക്ഷിണ തന്ന് എന്നെ ഉടനെ വിടാൻ പോകുകയാണെന്ന് ചോദിച്ചു. സാധാരണ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ടാണ് ദക്ഷിണ എന്ന് പറഞ്ഞാൽ ആ ഫാമിലിയായിട്ട് അത്രയൊരു മാനസികമായിട്ട് അടുപ്പായി. അല്ല വെറുതെ എന്തെങ്കിലും ബ്ലസ് ചെയ്യുമ്പോൾ ദക്ഷിണ. ഞാൻ പറഞ്ഞു വെറുതെ അയാളുടെ തലയിൽ കൈവച്ചു എന്നുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് ഇതൊന്നും അല്ല എന്ന് പറഞ്ഞു. ലാസ്റ്റ് ദിവസം അവിടെയുള്ളവരെയൊക്കെ ബ്ലസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പറഞ്ഞു അതല്ല ഞങ്ങളുടെ സന്തോഷത്തിനൊരു ദക്ഷിണ വാങ്ങിക്കണം. ഞാൻ പറഞ്ഞു സന്തോഷത്തിനുള്ള ദക്ഷിണയൊക്കെ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും ബ്ലസ് ചെയ്തപ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ ദക്ഷിണ തന്നിട്ടുണ്ട്. ഞാനത് ബാഗിനകത്തിട്ടിട്ടുണ്ട്. ആരെന്ത് തന്നു എന്ന് ഞാൻ നോക്കാറില്ല. ലാസ്റ്റ് വീട്ടിൽ വന്നിട്ട് എത്ര കിട്ടിയെന്ന് നോക്കിയിട്ട് അതൊരു കണക്കെഴുതി വെക്കും. കാര്യം അതെന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇല്ല സന്തോഷം. അപ്പോൾ അവർ പറഞ്ഞു അല്ല അത് ഇവിടെ ഇത്രയും ഇത്. അപ്പോൾ ഞാനവിടെ ചെല്ലാനുള്ളതിൻ്റെ താമസിക്കുന്ന 2 ദിവസത്തെ ലോഡ്ജിൻ്റെ എക്സ്പെൻസ് അവരാണ് കൊടുത്തിരിക്കുന്നത്. അത് AC റൂമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ അവർ തന്ന ദക്ഷിണ എനിക്ക് ഇവിടെ നിന്ന് ഷൊർണൂർ വരെ ഞാൻ AC പോയി വരുന്ന അതിൻ്റെ ചാർജേ വരുള്ളൂ. ഈ ചാർജ് അവരങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അത് വാങ്ങിക്കണം. അദ്ദേഹത്തിൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, അവിടെ ഒരു കോയിനുണ്ട്, ആ കോയിൻ എടുത്തിട്ട് ടോസ് ഇടും. അത് ഹെഡാണെങ്കിൽ ഞാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞു, ടെയിലാണെങ്കിൽ അത് വാങ്ങിക്കരുതെന്നാണ് പറയണത്. അപ്പോൾ ഞാൻ സാധാരണ ഒരു കോയിൻ പറഞ്ഞാൽ 99% അതേ വീഴുള്ളൂ. പക്ഷേ അതിലൊരു കാര്യം എന്ന് വെച്ചാൽ ഹെഡ് വീണു എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ ഏത് കാര്യത്തിനാണോ ചെന്നത് അവിടെ ഒരു പരാശക്തിയുണ്ട്, ആദിപരാശക്തിയുടെ ഒരു ഇതുണ്ട്. ആ ഒരു എനർജി കണക്ഷനിലാണ് ഞാൻ ആ വീട്ടിലെത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഞങ്ങൾ ആ ആദിപരാശക്തിയുടെ മനസ്സിൽ വിചാരിച്ചു, എന്നിട്ട് ഹെഡ് വീഴണമെന്ന് വിചാരിച്ചു. കാര്യം ആ ഹെഡ് വീണമെന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഞെട്ടി. എന്നിട്ട് ഞാൻ വാങ്ങിച്ചു, അവർ തന്ന ദക്ഷിണ ഞാൻ വാങ്ങിച്ചു, ബ്ലസ് ചെയ്ത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്, മനസ്സിലായി. പക്ഷേ അവിടെ നിന്ന് അപ്പോൾ ഇദ്ദേഹം ചോദിച്ച കാർമ്മിക വാങ്ങിക്കുന്നുണ്ട്. ഞാനത് കഴിഞ്ഞിട്ട് ട്രെയിൻ കയറാൻ വന്നു. ട്രെയിൻ കയറിയത് എൻ്റെ കയ്യിലുള്ള ടിക്കറ്റുള്ള ട്രെയിനിലല്ല ഞാൻ കയറിയത്. കുറച്ച് ടെൻഷൻ എടുത്തു. ഈ കാർമിക് എഫക്റ്റിൻ്റെ കാര്യം പറയുകയാണ്. കുറച്ച് ടെൻഷൻ എടുത്തു. അപ്പോൾ അവരവിടെ നിന്ന് ഞാൻ കൊണ്ടുപോയ ബാഗ് അതുകൂടാണ്ട് അവരവിടുത്തെ കൃഷി കപ്പ, മറ്റേ സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ അവർ തന്നിട്ട്, സ്വീറ്റ് പൊട്ടറ്റോ മറ്റേ ചീനക്കപ്പ എന്ന് പറയണം, അതൊക്കെ തന്നിട്ടുണ്ട്. ഇതും കൊണ്ട് ഇത് വന്ന് ട്രെയിൻ നോക്കിയപ്പോൾ എൻ്റെ സീറ്റിൽ വേറെ ആളിരിക്കുന്നു. നോക്കിയപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്ത ട്രെയിൻ വേറെയാണ്, കയറിയത് വേറൊരു ട്രെയിനിൽ. ആകപ്പാടെ TTRൻ്റെ അടുത്ത് പോയി. TTRൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇങ്ങനെയാണ് കാര്യമെന്ന് പറഞ്ഞ് ഞാൻ പെനാൽറ്റി അടയ്ക്കാമെന്ന് പറഞ്ഞ് ഞാൻ പെനാൽറ്റി അടച്ചു. അപ്പോൾ ഈ കാർമിക് എഫക്റ്റ് അദ്ദേഹം രാജേഷ് ചോദിച്ചതിൻ്റെ ഒരു ഇത് പറയുകയാണ്. ഞാനിത് ആരോടും പറഞ്ഞില്ല, ഞാനിപ്പോൾ പറയുകയാണ്. ഞാൻ അവിടെ ചെന്ന് ഇത് ചെയ്തു കഴിഞ്ഞ്
അതിൻ്റെ കാർമിക് എഫക്റ്റ് ഏതെങ്കിലും രീതി വരും. പക്ഷേ നമ്മുടെ ദൈവാധീനവും ഗുരുവിൻ്റെ അനുഗ്രഹവും കൊണ്ട് അത് ട്രെയിൻ മാറിക്കേറി എന്നുള്ള ഒരു ഇതിൽ ഇതായി. അപ്പോൾ പല ഓപ്ഷൻസ് വന്നു. കാര്യം അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വേറെ ട്രെയിനിൽ വരാം, ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഊബർ പിടിച്ച് വരാം, അങ്ങനെ പല ഓപ്ഷൻസ് വന്നു. പക്ഷെ അവിടെ തന്നെ ആ പെനാൽറ്റി കൊടുത്തിട്ട് നമ്മൾ സെറ്റിലാക്കി. മനസ്സിലായി? അപ്പോൾ അവർ അഡീഷണൽ ആ ഒരു ദക്ഷിണ തന്നു, അതേ വാങ്ങിക്കാൻ പറഞ്ഞു, അത് പെനാൽറ്റിയിലൂടെ പോയി. മനസ്സിലായി? അങ്ങനത്തെ ഈ കാർമിക് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇപ്പോൾ തൽക്കാലം എൻ്റെ അനുഭവങ്ങൾ പറയുകയാണ്. ആർക്കെങ്കിലും ഇതൊരു ചെറിയ വോൾട്ടേജ് കിട്ടിയെങ്കിൽ കിട്ടട്ടെ. അപ്പോൾ പലരും ഇങ്ങനെ ഒരു വീഡിയോ കണ്ട് കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർ ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോകളും കാണുക, അതിൽ കാര്യങ്ങൾ കാണുക. കാര്യം ഞാനിങ്ങനെ എല്ലാവർക്കും ഗൈഡൻസ് തരാനോ ഇത് തരാനോ പ്രാപ്തനായിട്ടുള്ള ആളല്ല. എനിക്ക് എൻ്റെതായ പരിമിതമായ അറിവുകളേ ഉള്ളൂ. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. പിന്നെ ഈ അനുഭവങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഇപ്പോൾ അബാക് മീഡിയയിലെ ഇതൊക്കെ ഇത്രയും വൈറലാകുന്നത് വീഡിയോസ്. മനസ്സിലായി? വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മെയ് 28 ഞങ്ങൾക്ക് ഇന്നലെ ചെന്നൈയിൽ നിന്നുള്ള ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് അവരുടെ കുട്ടികളുടെ ഉപനയനമാണ്, അതിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ചെന്നൈ മെയ് 28 വരണമെന്നുണ്ട്. പക്ഷേ ഒരു രസം എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റ് അവൈലബിൾ അല്ല. അപ്പോൾ കോയമ്പത്തൂരോ ഇവിടെ നിന്ന് എവിടെയാണോ ടിക്കറ്റ് കിട്ടുക അത് പോയിട്ട് അവിടെ നിന്ന് അടുത്ത ട്രെയിനിൽ പോകണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ചെന്നൈയിൽ വന്നിട്ട് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഫൈനലായിട്ടില്ല, ടിക്കറ്റ് ഇല്ല. ഇന്ന് നോക്കിയത് ടിക്കറ്റ് ഇല്ല. 25-നോ 26-നോ 27-നോ ഇവിടെ നിന്ന് വരാൻ ടിക്കറ്റ് ഇല്ല. ഫ്ലൈറ്റിനാണെങ്കിൽ ചാർജ് കൂടുതലാണ്. അതൊന്നും നമുക്ക് ശരിയാകുന്ന കാര്യമല്ല. അപ്പോൾ ആരെങ്കിലും ചെന്നൈയിൽ വന്നിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുക. 2, എന്തെങ്കിലും ജാതകം നോക്കാൻ ഇതിലൊന്നും ആൾക്കാർ വരരുത്. വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ട്, എന്ത് ആവശ്യത്തിനാണ് കാണേണ്ടതെന്ന് പറയുക. വെറുതെ വന്ന് ഞാൻ റൂം റെൻറ്റ് കൊടുത്തിട്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ്, AC റൂമാണ് എടുക്കണം, മിനിമം 3000-4000 രൂപ അവിടെ റൂം റെൻറ്റ് വരും. അത് വന്നിട്ട് വെറുതെ കുറേ നേരം ഇരുന്ന് കഥ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായി? അപ്പോൾ ഒന്നാമത് എനിക്ക് എൻ്റെ വീട് വിട്ടു പോകുന്നത് വലിയ താല്പര്യമുള്ളതല്ല. പക്ഷെ അവിടെ ഇത് ചെയ്തുകൊണ്ട് എൻ്റെ റിലേറ്റീവ്സ് ഉള്ളത് കൊണ്ട് ഞാൻ അവിടെ പോകണം. അപ്പോൾ അവിടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലെ ആൾക്കാരോട് വരാൻ പറയുന്നത് ശരിയല്ല. അവിടെ അതിൻ്റെതായ ഇതുണ്ട്. എനിക്ക് ഇത് വേണം, കാരണം ഞാൻ റൂം എടുത്താണ് നിൽക്കണം, പ്രത്യേകിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം. അതുകൊണ്ട് ചെന്നൈയിൽ കാണണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അറിയിക്കുക, എന്താണ് ആവശ്യം എന്ന് പറയുക. അപ്പോൾ അത് നോക്കിയിട്ട് അത് ഓക്കെ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ എവിടെ വരുന്നു എന്ന് ഞാൻ ആൾക്കാരെ അറിയിക്കും, ഇല്ലാതെ അറിയിക്കില്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കുക കേട്ടോ. എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഉറപ്പില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ ഇത്. അപ്പോൾ ഇന്നലെ അതുപോലെ ഞാൻ ചെയ്ത ക്ഷേത്ര ദർശനത്തിൽ ഞങ്ങളുടെ ഗ്രാമദേവത ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിലൊക്കെ പോയി, എടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിലൊക്കെ ഇന്നലെ പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ പുണ്യം എന്നെ കാണുന്ന കേൾക്കുന്ന നിങ്ങൾക്കേവർക്കും, കുടുംബാംഗങ്ങൾക്കും, നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ദീർഘായുസ്, പൂർണ്ണാരോഗ്യം, സത്സന്താന സൗഭാഗ്യം, ദരിദ്രാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവമനോകാമനാഭിഷ്ടം നടക്കുവാനും, കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം നേടി അവർ ആഗ്രഹിക്കുന്ന സർവീസിലോ പ്രൊഫഷനിലോ ജോലിയിലോ അവർ ജോയിൻ ചെയ്ത് അവർക്ക് അനുയോജ്യരായ സംസ്കാരസമ്പന്നരായ അതാത് കുലാചാരമനുസരിച്ചുള്ള ജീവിത പങ്കാളി കിട്ടുവാനും, അതുപോലെ ഓരോരുത്തരും ചെയ്യുന്ന ബിസിനസ്സോ ജോലിയിലോ ഉത്തരോത്തരം വരുമാന വർധന ഉണ്ടാകാനും, എല്ലാവരുടെയും ജീവിതത്തിൽ സദാസമയം പ്രൊട്ടക്ഷൻ കിട്ടുവാനും, അത് വീട്ടിലാകട്ടെ, ജോലി സ്ഥലത്താകട്ടെ, ബിസിനസ് ചെയ്യുന്നിടത്താകട്ടെ, യാത്രകളിലാകട്ടെ, കുട്ടികൾ പഠിക്കാൻ പോകുന്നിടത്താകട്ടെ, പഠനയാത്രകളിലാകട്ടെ, പഠിക്കുന്ന സ്ഥലത്താകട്ടെ, പഠനാവശ്യത്തിനിരിക്കുന്ന സൗകര്യം ഹോസ്റ്റൽ, പേയിങ് ഗസ്റ്റ് സൗകര്യങ്ങളിലെല്ലാം അവരുടെ ജീവിതം പൂർണ്ണം സുരക്ഷിതത്വമാകാനും, അതുപോലെ എല്ലാവരുടെയും കുടുംബദേവത, കുലദേവത, ഗ്രാമദേവത, ഇഷ്ടദേവത, ഗുരുപരമ്പരകൾ, പിതൃക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ സദാ സർവദാ സർവത്ര പോസിറ്റീവായിട്ടുള്ള ദൈവികമായ കാര്യങ്ങൾ സംഭവിക്കുവാനും, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ക്രയവിക്രയം കൊണ്ടും പോസിറ്റീവായ ദൈവികമായ കാര്യങ്ങൾ ചെയ്യുവാനും, അതിൻ്റെ 100 മേനി അനുഗ്രഹം അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനം ഓരോരുത്തരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടോ ആരോഗ്യപരമായിട്ടോ മനസ്സിൻ്റെ സന്തോഷമായിട്ടോ ഐക്യമത്യമായിട്ടോ എല്ലാവാനും വരുവാനും, അതുപോലെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവരുടെയും കുടുംബത്തിൽ സന്തോഷം, സമാധാനം, സമൃദ്ധി, ഐക്യമത്യമൊക്കെ ഉണ്ടാകുവാനായിട്ട് എൻ്റെ ഗുരുപരമ്പരകളോട്, എൻ്റെ ഉപാസനാമൂർത്തികളോടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ.